ഒക്ടോബർ 8 ഞായറാഴ്ച മുതൽ ഒക്ടോബർ 14 ശനിയാഴ്ച വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും സമ്പൂർണ്ണ വാരഫലമാണ് ഇവിടെ പറയുന്നത്. നമസ്തേ, ഞാൻ വിഷ്ണു. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറുകാർക്ക് ഈ ആഴ്ച സുഖത്തിന് കുറവ് സംഭവിക്കുകയും ഇടയ്ക്കിടെ ഒരു ദുഃഖം മനസ്സിനെ അലട്ടുകയും ചെയ്യും. രോഗഭയം, ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടുമുള്ള ഉപദ്രവം, ബുധനാഴ്ചയ്ക്ക് ശേഷം സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങൾ ഉണ്ടായേക്കാം. യാത്രാ തടസ്സം, ഭയം ഇവ ഉണ്ടാകുമെങ്കിലും ശത്രുദോഷത്തിന് കുറവുണ്ടാകും. ധനലാഭം, രോഗനാശം ഇവയും ഫലമാകുന്നു. മേലധികാരികളിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ നിയന്ത്രണമോ ബന്ധനമോ ഉണ്ടായേക്കാമെന്നുള്ള ഭയം, ഉദരസംബന്ധമായ രോഗദുരിതങ്ങള്, മൃഷ്ടാന്ന ഭോജനം, ശയനസുഖം, വസ്ത്രലാഭം, തീപൊള്ളൽ, ധനനാശം, പരാജയം ഇവ ഉണ്ടായേക്കാം. എന്നാൽ വാരാന്ത്യം പൊതുവെ സന്തോഷകരമായിരിക്കും. നേത്രരോഗം, കുക്ഷിരോഗം, ദാമ്പത്യ കലഹം, ഒടിവ്, ധനനഷ്ടം, മുറിവ്, മാനാഭിമാനത്തിന് ഭംഗം സംഭവിക്കുക, മനോദുഃഖം ഇവയും ഫലമാകുന്നു. ഞായർ, വെള്ളി, ശനി ദിവസങ്ങൾ സാമ്പത്തികമായി നേട്ടവും കാര്യങ്ങൾ പൊതുവെ അനുകൂലവുമാകുന്ന ദിവസങ്ങളാണ്. ഞായർ, ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങൾ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ദാമ്പത്യ ബന്ധങ്ങൾക്ക് ഉറപ്പ് വർദ്ധിക്കുകയും ചെയ്യും. ബന്ധുജനങ്ങളോട് ദ്വേഷം, കലഹം, ദുർവാക്കുകൾ നിമിത്തം നിങ്ങളുടെ ധനം അന്യരാൽ അപഹരിക്കപ്പെട്ടേക്കാം. ജാഗ്രത വേണം. ദൂരസഞ്ചാരം ചെയ്യേണ്ടി വരും. വാരാന്ത്യത്തിൽ കുടുംബാഭിവൃദ്ധികരങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടാകും. സുഖഭോഗ വസ്തുക്കൾ അരുകിലുണ്ടെങ്കിൽ പോലും സുഖം ലഭിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടും. നല്ല കുടുംബജീവിതം, വസ്ത്രനാശം, ബന്ധുജനങ്ങളുമായി സഹവാസം ഇവയും ഫലമാകുന്നു. ഇടവക്കൂറ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തിലര ഇടവക്കൂറുകാർക്ക് ശത്രുനാശം, ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ധനത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. രോഗങ്ങൾക്കും ദുഃഖങ്ങൾക്കും ശമനവും ശത്രുക്കൾക്ക് നാശവും സംഭവിക്കും. രോഗഭയമുണ്ടാകും. ദാമ്പത്യ ബന്ധങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടും. വസ്ത്രലാഭം, സുഖം, കാര്യവിജയം, ദാമ്പത്യ സുഖം ഇവ ലഭിക്കും. രോഗദുരിതങ്ങൾ, വലിയ ദുഃഖം, കാര്യതടസ്സം, യാത്രാ തടസ്സം ഇവയും ഉണ്ടായേക്കാം. അഗ്നിബാധ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ജാഗ്രത വേണം, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം. ചൊവ്വാഴ്ച ദിവസം അധിക ചെലവ് ഉണ്ടായേക്കാം. ഭയം അധികരിക്കും. വ്യാഴാഴ്ച ദിവസം ശയനസുഖം, ആഹാരസുഖം, ധനലാഭം, പാരിതോഷികങ്ങൾ ലഭിക്കുക ഇവയ്ക്കും യോഗമുണ്ട്. ബന്ധുക്കൾ വന്നു ചേരും. അപവാദം കേൾക്കേണ്ടി വരുന്നതുമാണ്. ചെമ്പ്, സ്വർണം ഇവയ്ക്ക് യോഗം. കലഹങ്ങളും നേത്രരോഗങ്ങളും ഉണ്ടാകും. ദേഹത്തിന് മുറിവ്, ഒടിവ് ഇവ സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധ വേണം. ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകും. രോഗം കൊണ്ട് കഷ്ടത, ദുർവാക്കുകൾ നിമിത്തം ധനനഷ്ടം, യാത്രാക്ലേശം ഇവ ഉണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് മനോഹരമായി സംസാരിക്കുവാനുള്ള കഴിവുണ്ട്. ധനപുഷ്ടിയും ഉണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥന്മാർ വഴിയും ശത്രുക്കൾ വഴിയും ഭീതിയുണ്ടാകും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. സ്ത്രീകൾക്ക് വസ്ത്രലാഭം, രുചികരമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാനിടവരിക, ജീവിത പങ്കാളിയുമായി ഒത്തുചേരലുണ്ടാകും. സുഗന്ധദ്രവ്യങ്ങൾ, ശയനോപകരണങ്ങൾ, വസ്ത്രം മുതലായ സുഖഭോഗ വസ്തുക്കൾ ഉണ്ടാകുന്നതാണ്. സന്തുഷ്ടമായ കുടുംബജീവിതം, ബഹുമാനിക്കപ്പെടുക, സുഖം, ധനലാഭം, ആജ്ഞാശക്തി ഇവയും ഫലമാകുന്നു. എന്നിരുന്നാലും ഒരു ദീനഭാവം ഇടയ്ക്കിടെ ഉണ്ടാവുകയും സ്വജനങ്ങളോട് വേർപാടും സംഭവിക്കും. മിഥുനക്കൂറ് മകയിരത്തിലര, തിരുവാതിര, പുണർന്ന മുക്കാല് മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച ധനനഷ്ടം സംഭവിക്കുക, അന്യരാൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ജാഗ്രത വേണം. കണ്ണിന് രോഗം ഉണ്ടായേക്കാം. എന്നാൽ ബുധനാഴ്ചയ്ക്ക് ശേഷം ധനത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ശത്രുക്കൾക്ക് നാശമുണ്ടാവുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. ഞായറാഴ്ച ദിവസം സർവകർമ്മങ്ങൾക്കും തടസ്സവും മാനനഷ്ടവും ഉണ്ടായേക്കാം. എന്നാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾക്ക് മാറ്റം വരും. കാര്യവിജയം, ആഹാരസുഖം ലഭിക്കുകയും ധനലാഭം, ശയനസുഖം, സന്തോഷം, ബന്ധുജന സമാഗമം ഇവയും ഫലമാകുന്നു. ദാമ്പത്യ സുഖത്തിനും യോഗമുണ്ട്. രോഗശമനമുണ്ടാകും. ഗവൺമെന്റ് സംബന്ധമായി ധനം ലഭിക്കാനും യോഗമുണ്ട്. ശത്രുക്കൾ നിമിത്തം ഭയം, രോഗഭയം, സന്താനങ്ങളിൽ നിന്നുമുള്ള ദുഃഖം, ജീവിത പങ്കാളിയുമായി കലഹം ഇവയും ഫലമാകുന്നു. പരുഷമായി സംസാരിക്കുക വഴി കഷ്ടത ഉണ്ടാവുക, ദൂരയാത്രകൾ ചെയ്യേണ്ടി വരിക,
ബന്ധുജനങ്ങളിൽ നിന്നും ദുഃഖം അനുഭവിക്കേണ്ടി വരും. സുഖത്തിന് കുറവ് ഉണ്ടാകും. പങ്കാളിയുമായി കൂടിച്ചേരും. സുഗന്ധ വസ്തുക്കളും ലഭിക്കും. ഭൃത്യജനങ്ങളുമായി സഹവാസം ഉണ്ടാകും. കർക്കടകക്കൂറ് പുണർദം കാല പൂയം ആയില്യം. കർക്കടകക്കൂറുകാർക്ക് ഈ ആഴ്ച ശാരീരിക അധ്വാനം കൂടുതലായി വേണ്ടിവരിക. എന്നിരുന്നാലും അധ്വാനത്തിനനുസരിച്ചുള്ള ധനം ലഭിക്കുകയില്ല. വിഭവങ്ങൾക്ക് നാശം സംഭവിക്കും. യാത്രാക്ലേശം, വഞ്ചിക്കപ്പെടുക, ധനനഷ്ടം, കണ്ണിന് രോഗം ഇവ ഫലമാകുന്നു. ദാമ്പത്യ സുഖം, ധനലാഭം, വസ്ത്രലാഭം, കാര്യവിജയം, സുഖം, രോഗശമനം, ശത്രുദോഷം കുറയും ഇവയും അനുഭവത്തിൽ വരുന്നതാണ്. ചൊവ്വാഴ്ച ദിവസം ഏത് കർമ്മത്തിനും തടസ്സം കാണുന്നുണ്ട്. മാനത്തിനും ധനത്തിനും നഷ്ടവും ഉണ്ടായേക്കാം. യാത്രാ തടസ്സം, ദുഃഖം, ഉദരസംബന്ധമായ രോഗങ്ങൾ, ബന്ധന ഭയം, പരാജയം ഇവയും ഫലമാകുന്നു. ദുർജനങ്ങളുമായി സഹവാസമുണ്ടാകും. സന്താനങ്ങൾ വഴി ദുഃഖം, കലഹം, ശത്രുഭീതി ഇവ ഉണ്ടാകുമെങ്കിലും ശത്രുക്കൾക്ക് നാശമുണ്ടാകുന്നതാണ്. ധനം വന്നു ചേരും. ബന്ധുജന വിരോധം, മോശമായ പദപ്രയോഗം മൂലം ദുരിതങ്ങളുണ്ടാകും. സ്ഥാനമാറ്റവും സംഭവിച്ചേക്കാം. ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൽ കാല്. ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ഏത് സൽപ്രവർത്തികൾ ചെയ്താലും അവയൊക്കെ ഫലപ്രദങ്ങളല്ലാതായിത്തീരും. അധ്വാനഭാരം വർദ്ധിക്കും. വിഭവനാശം ഉണ്ടാവുകയും ചെയ്യും. ഞായറാഴ്ച ദിവസം കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടെന്ന് വരാം. ധനനഷ്ടം ഉണ്ടാവുകയും ചെയ്യും. അപവാദങ്ങൾ കേൾക്കും. വലിയ ദുഃഖം, യാത്രകളിൽ തടസ്സങ്ങൾ ഉണ്ടാകും. രോഗം ഇവ ഫലമാകുന്നു. ചൊവ്വാഴ്ചയോടെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ശയനസുഖം ലഭിക്കും. മൃഷ്ടാന്ന ഭക്ഷണം, വസ്ത്രാദികളുടെ ലഭ്യത, ഉദരസംബന്ധമായ രോഗം, ഭയം ഇവ ഫലമാകുന്നു. തീപിടിക്കുന്ന സാധനങ്ങളോ പൊള്ളലുണ്ടാക്കുന്ന പദാർത്ഥങ്ങളോ അഗ്നിയോ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം. ശനിയാഴ്ച ദിവസം ധനലാഭം ഉണ്ടാവുകയും ബന്ധുക്കൾ വന്നു ചേരും. നാൽക്കാലികൾക്ക് രോഗമോ നാശമോ സംഭവിച്ചേക്കാം. ദുഷിച്ച ജനങ്ങളുമായി ഇടപഴകേണ്ടി വരാം. സന്താന ദുഃഖം, ശത്രുക്കൾക്ക് നാശമുണ്ടാകും. ധനം വന്നു ചേരും. ദാമ്പത്യ സുഖം ലഭിക്കും. മനോഹരമായി സംസാരിക്കുവാൻ കഴിയും. കാര്യവിജയമുണ്ടാകും. എല്ലാവിധ സുഖങ്ങളും ലഭിക്കും. ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങളും രോഗദുരിതവും ഉണ്ടാകും. കലഹങ്ങളും ഉണ്ടായേക്കാം. സന്താനങ്ങളെ കൊണ്ട് വിരഹദുഃഖം അനുഭവിക്കേണ്ടി വന്നേക്കാം. കന്നിക്കൂറ് ഉത്രമുക്കാല് അത്തം ചിത്തിരാര. കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച ഐശ്വര്യമുണ്ടാകും. രോഗഗ്രസ്തരായിട്ടുള്ളവരാണെങ്കിൽ അതിൽ നിന്നും മോചനം നേടും. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ഇടവരും. എന്നാൽ സൽപ്രവൃത്തികൾ ഫലപ്രദങ്ങളാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളും വാരാന്ത്യത്തോടെ വന്നു ചേർന്നു വരാം. ബന്ധുജനങ്ങളുടെ ആഗമനമുണ്ടാകും. ധനത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. സുഖകരമായ ഭക്ഷണം, ശയനസുഖം, വസ്ത്രനേട്ടം ഇവയും ഉണ്ടാകും. ഭയമുണ്ടാകും. കാര്യാദികൾ പരാജയപ്പെടും. ധനത്തിന് നാശവും ഉണ്ടാകുന്നതാണ്. ചൊവ്വാഴ്ച ദിവസം അഗ്നിബാധ, പൊള്ളല് മുതലായ അപകടങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ജാഗ്രത വേണം. ദാമ്പത്യ സുഖം, കാര്യവിജയം, സാമ്പത്തിക ഉയർച്ച ഇവയ്ക്ക് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ യോഗം കാണുന്നുണ്ട്. കള്ളന്മാർ, ശത്രുക്കൾ, മേലുദ്യോഗസ്ഥർ ഇവരെ കൊണ്ട് ഉപദ്രവങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ശത്രുക്കൾക്ക് നാശം, ധനവരവ്, ഉദരരോഗം, ദുഷിച്ച ജനങ്ങളുമായി സമ്പർക്കം, രോഗദുരിതം ഇവയും ഫലമാകുന്നു. സന്താനങ്ങൾക്ക് സുഖമുണ്ടാകും. പ്രവൃത്തി മണ്ഡലത്തിൽ സാമർഥ്യമുണ്ടാകും. മനസ്സിന് സന്തോഷമുണ്ടാകും. ദാമ്പത്യ സുഖം, സംഭാഷണ ചാതുര്യം, നല്ല കൂട്ടുകെട്ട് ഇവയും ഫലമാകുന്നു. ബുദ്ധിക്ക് മന്ദത, സ്ഥാനഭ്രംശം, കലഹം ഇവയും ഉണ്ടായേക്കാം. ധർമ്മകാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണ്ടാകും. കൗശലബുദ്ധി, വേർപാട് ഇവയും ഫലമാകുന്നു. തുലാക്കൂറ് ചിത്തിര അര ചോതി വിശാഖത്തിൽ മുക്കാല്. തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച ഐശ്വര്യകരവും രോഗങ്ങളിൽ നിന്ന് മോചനവും ഉണ്ടാവും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും അവ വിജയത്തിലെത്തിക്കുവാനും സാധിക്കും. ധനപുരോഗതി ഉണ്ടാകും. ദാമ്പത്യ സുഖമുണ്ടാകും. ആഹാരസുഖം, ശയനസുഖം, പാരിതോഷികങ്ങൾ ലഭിക്കും. ഞായർ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങൾ പൊതുവെ ശുഭകരവും ധനപുഷ്ടിയും സുഖകരവുമായ ദിവസങ്ങളായിരിക്കും. എന്നാൽ വ്യാഴാഴ്ച മുതൽ അത്ര ശുഭകരമായിരിക്കില്ല കാര്യങ്ങൾ. തൊഴിൽ തടസ്സമുണ്ടാകും. ധനത്തിന് കുറവും ചിലവ് അധികരിക്കുകയും ചെയ്യും. ധനം നഷ്ടപ്പെടുകയും ചെയ്തേക്കാം. അപവാദം കേൾക്കേണ്ടി വരും. രോഗശമനവും ശത്രുക്കൾക്ക് നാശവും ഉണ്ടാകും. പരാജയമുണ്ടാകും. ഉദരസംബന്ധമായ രോഗങ്ങൾ, ബന്ധനം ഇവ ഉണ്ടായേക്കാം. ദേഹത്തിനു ഭംഗം,
മനോവിഭ്രാന്തി, വിഷമാവസ്ഥ, കള്ളന്മാരുടെ ശല്യം, തളർച്ച ഇവയും ഫലമാകുന്നു. കലഹ സ്വഭാവം, സാമർഥ്യം, സന്താന ദുഃഖം, സന്തോഷം ഇവയും ഉണ്ടാകുന്നതാണ്. ഗൃഹോപകരണങ്ങൾ നേടും, നാൽക്കാലി ലാഭം, വാഹന ലാഭം, അഭീഷ്ടസിദ്ധി ഇവയ്ക്കും യോഗമുണ്ട്. യാത്രാക്ലേശം, വലിയ ദുഃഖം ഇവ ഉണ്ടാകുന്നതാണ്. വൃശ്ചികക്കൂറ് വിശാഖം കാല് അനിഴം തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച രോഗദുരിതങ്ങൾ, ആപത്ത്, ദീനത, സത്കർമ്മങ്ങൾക്ക് തടസ്സം നേരിടും. എന്നാൽ വാരാന്ത്യം കാര്യങ്ങൾക്ക് മാറ്റം വരും. തടസ്സങ്ങൾ മാറും, ജയമുണ്ടാകും. ഉദരവ്യാധി, ബന്ധനഭയം, ധനനഷ്ടം, മാനഹാനി ഇവ ഉണ്ടാകുമെങ്കിലും ചൊവ്വാഴ്ച അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനപുഷ്ടി, ശത്രുക്കൾക്ക് നാശം, രോഗശമനം, സുഖം ഇവയ്ക്കും യോഗമുണ്ട്. യാത്രാതടസ്സം, അഗ്നിഭയം, അനാവശ്യ ചെലവുകൾ, പിത്താധിക്യം രോഗങ്ങൾ, നേത്രരോഗം ഇവ ഉണ്ടായേക്കാം. ദേഹത്തിന് മുറിവ്, ചതവ്, ക്ഷീണം, തളർച്ച, മാനസിക പിരിമുറുക്കം ഇവയും ഫലമാകുന്നു. സൗഭാഗ്യം, പ്രവൃത്തി സാമർഥ്യം ഇവ ഉണ്ടാകും. സ്ഥാനമാനങ്ങൾക്ക് ഉയർച്ചയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. സ്ത്രീകൾ മൂലം ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഗൃഹോപകരണങ്ങൾ നേടും. മാനസികാസക്തി, ശരീരശോഭ ഇവയ്ക്ക് കുറവ് സംഭവിക്കുകയും ചെയ്യുന്നതാണ്. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല്. ധനുക്കൂറുകാർക്ക് ഈ ആഴ്ച അത്ര ശുഭകരമായ തുടക്കമായിരിക്കില്ല. എതിർലിംഗത്തിലുള്ള ജനങ്ങൾക്ക് നിങ്ങളോട് താല്പര്യക്കുറവ് തോന്നും. മേലുദ്യോഗസ്ഥരെ ഭയം, ആപത്ത്, ദീനത, രോഗദുരിതങ്ങൾ, സൽക്കർമ്മങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യും. തീ പിടിക്കുന്നവ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ധനം ലഭിക്കുവാൻ യോഗമുണ്ട്. എന്നാൽ തിങ്കളാഴ്ച ദിവസം കാര്യങ്ങൾക്ക് തടസ്സവും ധനനഷ്ടവും കാണുന്നു. മാനഹാനിയും ഉണ്ടായേക്കാം. യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകും. രോഗം, ദുഃഖം ഇവയും ഉണ്ടാകും. ഉദരരോഗത്തിനും സാധ്യതയുണ്ട്. ചൊവ്വാഴ്ചയും അത്ര നല്ല ദിവസമല്ല. അപജയം, ധനത്തിന് നാശം ഇവ പ്രതീക്ഷിക്കേണ്ടതാണ്. ശനിയാഴ്ച കാര്യങ്ങൾ പൊതുവെ കുഴപ്പമില്ല. ആഹാരസുഖം, ധനലാഭം, ശയനസുഖം, പാരിതോഷികം ലഭിക്കുക ഇവ ഫലമാകുന്നു. ജനസമൂഹത്തെ നേതൃസ്ഥാനത്ത് നിന്ന് നിയന്ത്രിക്കാൻ കഴിയും. അനാവശ്യ ചെലവുകൾ അനവധി ഉണ്ടാകും. പിത്തരോഗങ്ങളും നേത്രരോഗങ്ങളും ഉണ്ടായേക്കാം. ശരീരത്തിൽ വ്രണങ്ങളോ മുറിവുകളോ ഉണ്ടാകാതെ വാരാന്ത്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഭാര്യയോടും സന്താനങ്ങളോടും കലഹം, കാര്യവിജയം, സൗഭാഗ്യസിദ്ധി, സന്താനങ്ങൾക്ക് സുഖം, പ്രവൃത്തി സാമർഥ്യം, വസ്ത്രലാഭം ഇവ ഫലമാകുന്നു. സ്ഥാനമാനങ്ങൾക്ക് മാറ്റമോ പതനമോ ഉണ്ടായേക്കാം. സ്ത്രീകളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകും. ശത്രുഭയം, വീട്ടുപകരണങ്ങൾ നേടുവാനും ജീവിത സുഖങ്ങൾ അനുഭവിക്കുവാനും വാരാന്ത്യത്തിൽ സാധിക്കും. വിഷബാധ ഉണ്ടായേക്കാം. ബന്ധുക്കൾക്ക് നാശം, ദൂരദേശഗമനം, സന്താനാദികളായ സ്വന്തം ജനങ്ങളുമായി വേർപെടുക, ദൂരദേശത്ത് സഞ്ചരിക്കുക ഇവ ഫലമാകുന്നു. മകരക്കൂറ് ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടത്തിലര. മകരക്കൂറുകാർക്ക് ഈ ആഴ്ച ദീനതയും യാത്രാക്ലേശങ്ങളും ഉദരസംബന്ധമായ രോഗങ്ങളും വാരാദ്യം പ്രതീക്ഷിക്കേണ്ടതാണ്. രോഗദുരിതങ്ങൾ, ജനങ്ങൾ മാനിക്കാതെ വരിക, ആഹാരസുഖം, ശയനസുഖം, ധനപുരോഗതി ഇവയും ഉണ്ടാകുന്നതാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ അത്ര ശുഭകരമല്ല. പരാജയവും ധനനാശവും അമിത ഭയവും ഉണ്ടാകുന്നതാണ്. വ്യാഴാഴ്ച ധനത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. ബന്ധുജനങ്ങൾ വന്നു ചേരും. ദാമ്പത്യസുഖം, കാര്യങ്ങൾ വേണ്ടവിധം നടപ്പിലാവുക ഇവ ഫലമാകുന്നു. ജനനേതൃത്വം, കണ്ണുകൾക്ക് രോഗബാധ, ചെലവ് അധികരിക്കുക, സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധി ഉണ്ടാവുക. എന്നാൽ കുടുംബത്തെ കലഹങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭാഗ്യോദയം ഉണ്ടാകും. വിവാഹകാര്യങ്ങളും സന്താന കാര്യങ്ങളും അനുകൂലമാകും. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇടവരികയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഗുണഫലം ഉണ്ടാവുകയും ചെയ്യും. ആജ്ഞാശക്തിയും ഉണ്ടാവും. ഗുരുക്കന്മാരെയും ജനങ്ങളെയും സന്തോഷിപ്പിക്കുവാൻ സാധിക്കും. അന്യസ്ത്രീകളെ കൊണ്ട് ഉപദ്രവം ഉണ്ടായേക്കാം. ശത്രുഭയം, ഇടയ്ക്കിടെ ദുഃഖവും അലട്ടിക്കൊണ്ടിരിക്കും. കുംഭക്കൂറ് അവട്ടത്തിലര, ചതയം, പൂരുരുട്ടാതി മുക്കാല്. കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച രോഗങ്ങൾക്കും അപ്രകാരം തന്നെ ശത്രുക്കൾക്കും ദുഃഖത്തിന് നാശമുണ്ടാകുന്നതാണ്. എന്നാൽ വാരാന്ത്യത്തോടെ ഉദരസംബന്ധമായ രോഗദുരിതങ്ങൾക്കും ദീനതയ്ക്കും യാത്രാക്ലേശത്തിനും യോഗമുണ്ട്. അതുപോലെ ഞായറാഴ്ച ദിവസം സുഖവും ധനലാഭവും ഉണ്ടായേക്കാം. അഗ്നിബാധയോ പൊള്ളലോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധ വേണം. ബന്ധുക്കളുടെ ആഗമനവും സാമ്പത്തിക നേട്ടവും തിങ്കളാഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ദാമ്പത്യസുഖം, വസ്ത്രം നേടുക,
കാര്യങ്ങൾക്ക് വിജയം, ധനപുഷ്ടി, സന്തോഷം ഇവ ചൊവ്വ ബുധൻ ദിവസ ഫലങ്ങളാണ്. എന്നാൽ വെള്ളി ശനി ദിവസങ്ങൾ അത്ര സുഖകരമാവില്ല. കർമ്മങ്ങൾക്ക് തടസ്സം, അപവാദം, ധനനഷ്ടം, യാത്രാ തടസ്സം, രോഗം, ദുഃഖം ഇവ ഫലമാകുന്നു. നേതൃസ്ഥാനം ലഭിക്കുകയും അതുവഴി എല്ലാ സുഖങ്ങളും അനുഭവിക്കുവാനും സാധിക്കും. ഗവൺമെന്റിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഭീതി ഉണ്ടാകും. കുടുംബാഭിവൃദ്ധി, സൗഹൃദങ്ങൾക്ക് ഉയർച്ച, കുടുംബത്തിൽ പങ്കാളിയോടും സന്താനങ്ങളോടും കലഹിക്കുക, ഭാഗ്യം സിദ്ധിക്കുക വഴി പല പ്രശ്നങ്ങളും ഒഴിഞ്ഞുപോകും. വിചാരിക്കുന്ന കാര്യങ്ങൾ വൈകിയാണെങ്കിലും സാധിക്കുന്നതാണ്. കൂടെ കൂടെ യാത്ര ചെയ്യേണ്ടി വരും. നിങ്ങളുടെ മേൽ ഒരു നിയന്ത്രണം എപ്പോഴും ഉണ്ടാകും. ബന്ധുജനങ്ങളുമായി സഹവാസവും അവരെ കൊണ്ട് ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ആരോഗ്യനില വർദ്ധിക്കും. സന്താനങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് സന്തോഷമുണ്ടാകും. കൂടാതെ ഗുരുക്കന്മാരുടെ പ്രീതിയും ലഭിക്കും. അന്യജനങ്ങൾക്ക് നിങ്ങളുടെ മേൽ താല്പര്യമുണ്ടാകും. പ്രതാപം വർദ്ധിക്കുകയും ചെയ്യും. മീനക്കൂറ്, പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് ഈ ആഴ്ച ശത്രുക്കളെ കൊണ്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാവുകയും രോഗങ്ങളുടെ ഉപദ്രവവും ഉണ്ടാകുമെങ്കിലും വാരാന്ത്യത്തിൽ ശത്രുക്കൾക്ക് നാശം വരികയും രോഗദുരിതങ്ങൾ ശമിക്കുകയും ദുഃഖത്തിന് നാശം ഉണ്ടാവുകയും ചെയ്യും. യാത്രയിൽ തടസ്സങ്ങൾ വരിക, ശയനസുഖം ലഭിക്കുക, ആഹാരസുഖം, സമ്മാനം ലഭിക്കുക, ധനലാഭം ഉണ്ടാവുക ഇവ ഞായറാഴ്ചത്തെ ഫലങ്ങളാണ്. ഗവൺമെന്റോ ബാങ്കോ വഴി ധനലാഭം ഉണ്ടായേക്കാം. അപവാദം കേൾക്കും. തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും തടസ്സപ്പെടും. ധനം നഷ്ടപ്പെടും. ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടായേക്കാം. മനോദുഃഖം, ഒടിവ്, ചതവ്, മുറിവ്, വലിയ ദുഃഖം, മാനാഭിമാന നഷ്ടം ഇവ ഫലമാകുന്നു. മനോഹരമായ സംസാരം, അഭിവൃദ്ധി, കുടുംബകലഹം, നല്ല സൗഹൃദങ്ങൾ ഇവ ഫലമാകുന്നു. ബുദ്ധിക്ക് തീഷ്ണത, വാക്സാമർഥ്യം, ദാമ്പത്യ സുഖം ഇവയും ഫലമാകുന്നു. ആദരവ്, ബഹുമാനം ഇവ ലഭിക്കുക. വസ്ത്രനാശം ഉണ്ടാവുക. ബന്ധുക്കളുമായി സഹകരണം, സന്താനലബ്ധി, വിവാഹവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ഹൃദയരോഗങ്ങൾ, വിദ്യ, കീർത്തി, യശസ് ഇവയ്ക്ക് നാശം. ആദരവ്, ബഹുമാനം ഇവ ലഭിക്കുക. വസ്ത്രനാശം ഉണ്ടാവുക. ബന്ധുക്കളുമായി സഹകരണം, സന്താനലബ്ധി, വിവാഹവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ഹൃദയരോഗങ്ങൾ ഇവ ഉണ്ടാവുക. വിദ്യാകീർത്തി, യശസ് ഇവയ്ക്ക് നാശം സംഭവിക്കുക. കർമ്മഫലം അനുഭവിക്കേണ്ടി വരിക ഇവയും ഫലമാകുന്നു. ഓരോ കൂറുകാരുടെയും ഗ്രഹചാര ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ കൃത്യതയ്ക്കായി ജാതകചിന്തയും പ്രശ്നചിന്തയും അനിവാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റ് ചെയ്യുക. കൂടാതെ കൂടുതൽ ദോഷദുരിതങ്ങൾ അനുഭവിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും കമന്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനകളിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും സുഖം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു.